UDFനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മതേതരത്വവും മതേതര മനസ്സും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ തുടക്കം കുറിച്ചതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത വാചകങ്ങൾ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ജില്ലയെ ഒറ്റപ്പെടുത്തി, ഒരു നാടിനെ ഒറ്റപ്പെടുത്തി, ആ നാടിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി, നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്നു. മലപ്പുറം ജില്ലയുടെ ഭാഗമല്ല നിലമ്പൂരും. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം ഇന്നലെ വേറെ ഇസ്രയേലിനെതിരായിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇന്നലെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുള്ള കാലത്തും രാജീവ് ഗാന്ധിയുള്ള കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി. 2022 ഡിസംബർ മാസം 11-ാം തീയതിക്ക് ഞാനൊന്ന് നോക്കി. ഈ 2022 ഡിസംബർ 11 എന്താ പ്രത്യേകത? ഇസ്രയേലിൻ്റെ ദക്ഷിണേന്ത്യൻ ജനറൽ തമ്മി ബെൻഹാമി, കോൺസുലേറ്റ് ജനറൽ, അദ്ദേഹമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട്. ഇതിപ്പം മാറ്റാനൊന്നും പറ്റില്ല, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. കൃഷി, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുകയാണ്. കേരളവും ഇസ്രയേലുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. കേരളവും ഇസ്രയേലും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ച, ഇസ്രയേലിന്റെ കോൺസുലേറ്റ് ജനറലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച വളരെയേറെ ഉപകരിക്കുമെന്ന് 2022 ഡിസംബർ 11 പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു. നല്ല കാര്യം. ഞങ്ങളെടുക്കുന്ന നിലപാടിനോടൊപ്പം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇത് പറയുന്നതിനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശവും അമേരിക്കയുടെ ലോക സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ആ നിൽപ്പും അതിനെതിരായിട്ടുള്ള പോരാട്ടവും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയല്ല. അത് പാലസ്തീൻ ജനതയുടെ അനുഭവിക്കുന്ന വേദനകളോടൊപ്പം നിൽക്കാനുള്ള നിരന്തരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന നിങ്ങൾ ആദ്യം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഒന്ന് ആദ്യം പിൻവലിച്ചിട്ട് മാപ്പ് പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, നിങ്ങൾക്കറിയാമോ, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യയിലെ BJP-ക്കാർ വേട്ടയാടി നമ്മുടെ MP-യെ, പാലസ്തീന് അനുകൂലമായിട്ടുള്ള ഒരു ബാഗ് പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരു ബാഗ്, അതിനകത്ത് പാലസ്തീനിലെ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഒരു ബാഗ് തൂക്കിയതിൻ്റെ പേരിലാണ് സംഘപരിവാർ പ്രിയങ്ക ഗാന്ധിയെ വേട്ടയാടിയത്. അധികം കാലമൊന്നും ആയിട്ടില്ല, 5 മാസം മുമ്പ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളൊന്നും പിണറായിയിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നും അതിനെ പറയും.